കായംകുളം ദേശീയപാതയിൽ കൊറ്റംകുളങ്ങര മസ്ജിദിന് സമീപമാണ് നിയന്ത്രണം വിട്ട LPG ടാങ്കർ മറിഞ്ഞ് അപകടമുണ്ടായത്. ആർക്കും പരിക്കുകളില്ലെന്നാണ് പറയപ്പെടുന്നത്. നിലവിൽ ടാങ്കിൽ ചോർച്ചയോ മറ്റ് അപകട സാധ്യതകളോ ഇല്ല. മംഗലാപുരത്തു നിന്നും കൊല്ലം പാരിപ്പള്ളി OEC പ്ലാന്റിലേക്ക് പോവുകയായിരുന്ന 18 ടൺ വാതകം നിറച്ച ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. ദേശീയപാതയിൽ നിന്നും വാഹനം തെന്നി മാറിയതാണ് അപകടത്തിന് കാരണമെന്നാണ് ഡ്രൈവർ രാജശേഖരൻ പറയുന്നത്. ക്യാബിനിൽ നിന്നും വാതകം നിറച്ച ബുള്ളറ്റ് വേർപെട്ട നിലയിലാണ്. കായംകുളത്തു നിന്നും അഗ്നിരക്ഷാസേനയുടെ 2 യൂണിറ്റും സിവിൽ ഡിഫൻസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പാരിപ്പള്ളി IOCയിൽ വിദഗ്ധർ എത്തി പരിശോധിച്ച ശേഷം വാതകം മറ്റൊരു വാഹനത്തിലേക്ക് പകർത്താനാണ് ശ്രമിക്കുന്നതെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളൊക്കെ കാണാം. വാഹനം ദേശീയപാതയ്ക്ക് സമീപം മറിഞ്ഞു കിടക്കുന്നത് കാണാം. അതിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ടാങ്കറിൻ്റെ ആ ഒരു ബുള്ളറ്റ് വേർപെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും എത്രത്തോളം വാഹനം മറിഞ്ഞിട്ടും ഒരു അപകടം ഒഴിവായതിൽ വലിയ ആശ്വാസത്തിലാണ് കായംകുളം നിവാസികൾ. സമീപവാസികളും ഏറെ ആശ്വാസത്തോടെയാണ് കാണുന്നത്. ഇത് ആദ്യം കാണുന്നവർ ഇത്രയും അപകടം സംഭവിച്ചിട്ടും ഒരു അത്യാഹിതം ഒഴിവായെന്നുള്ള ഒരു നെടുവീർപ്പോടെയാണ് ഇത് കണ്ടു നിൽക്കുന്നതെന്നാണ് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാഴ്ചകൾ കണ്ടില്ലേ, ഭയങ്കര ഭീകരമായുള്ളൊരു സ്ഥിതിയാണത് കാണുന്നവർക്ക് ആദ്യം തോന്നുക. പോലീസുകാരും ഫയർഫോഴ്സും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇനി എന്തെന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻഭാഗമൊക്കെ പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഫയർഫോഴ്സും പോലീസൊക്കെ അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ ദൃശ്യങ്ങൾ പകർത്തുന്നതൊക്കെ നമുക്ക് കാണാം. ദൃശ്യങ്ങൾ പകർത്തുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാവുന്നതാണ്. നിരവധി ആളുകളും ഇത് അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ആ സംഭവ സമയത്ത് ആളുകൾ തീരെ കുറവായിരുന്നു. രാവിലെ 7 മണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭീകര അന്തരീക്ഷം ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആളുകൾ കുറവായതുകൊണ്ട് അതിൽ കാണുന്ന ആൾക്കാർ കുറവായിരിക്കുമല്ലോ. അതാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് പ്രേക്ഷകരുമായി. ഇപ്പോൾ ആളുകൾ കൂടി വരുന്നുണ്ട്. കായംകുളം കുറ്റികുളങ്ങര അടിച്ചോണോ എന്തെന്നുള്ള കാര്യമാണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പോലീസും ഫയർഫോഴ്സും ഒക്കെ. കായംകുളം കുറ്റികുളങ്ങര അടിച്ചോണോ ടാങ്കർ മറിഞ്ഞു.